അവിടെ സ്തോത്രം 17 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ഗിദെയോൻ അവിടെ കാളയെ അറുത്ത് യാഗം കഴിക്കുന്ന ഒരു ചിത്രം അവിടെയുണ്ട്. അവിടെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി സ്തോത്രം അതിനെ ദഹിപ്പിക്കുന്നു. ആ തീജ്വാലയോടുകൂടെ ദൂതൻ കയറിപ്പോകുന്നു. സ്തോത്രം. അപ്പോൾ തീ ഇറങ്ങി ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. സ്തോത്രം. ഗിദെയോൻ അത് പിടികിട്ടി. ദൈവം പ്രസാദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തൻ്റെ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ട്. ഒരു കാര്യം അത് കഴിഞ്ഞ് ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ പ്രസാദം, ഇതെല്ലാം ഈ ഗിദെയോൻ തിരിച്ചറിഞ്ഞപ്പോൾ ഗിദെയോനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിൻ്റെ അപ്പനും നിൻ്റെ കുടുംബക്കാരും ഇതുവരെയും ചെയ്തു വന്ന ചില കാര്യങ്ങളുണ്ട്. ബാലിൻ്റെ പീഠമുണ്ട്, അശേരയുടെ പ്രതിഷ്ഠയുണ്ട്. നീ അത് വെട്ടി നശിപ്പിക്കണം. ഹല്ലേലൂയ. അത് എവിടെ വേണം? അത് പരസ്യമായിട്ട് ചെയ്യണം. അതുകൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ബാലിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, അശേരയുടെയും ബാലിൻ്റെ സ്തോത്രം ബലിപീഠം വെച്ചു. അശേരയുടെ പ്രതിഷ്ഠ രണ്ടും വെട്ടി. സ്തോത്രം. അത് ജനം മുഴുവൻ കണ്ടു. ദൈവവേദിയിലെ സ്തോത്രം. ദൈവത്തിൽ നിന്ന് അകന്നുപോയി അകത്തിക്കൊണ്ടുപോയ സകല കാര്യങ്ങളെയും നീ തകർത്ത് നശിപ്പിച്ചു എന്നുള്ളത് പരസ്യമാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് നീ മാറി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. ദൈവശക്തി കൊണ്ട് നിന്നെ നിറയ്ക്കും. ഞാൻ പറയട്ടെ, നീ പാർക്കുന്ന കൂടാരം വിശുദ്ധമായിരിക്കണം. നീ വിശുദ്ധമായിരിക്കണം. നീക്കിക്കളയേണ്ടതെല്ലാം നീക്കിക്കളഞ്ഞ് ദൈവത്തിന് വേണ്ടി വിശുദ്ധമായി നീ മാറി നിൽക്കുമ്പോൾ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തത് ചെയ്യത്തക്കവണ്ണം നിന്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വന്നിറങ്ങും. അതാണ് നമ്മൾ വായിച്ച വാക്യം. സ്തോത്രം. 33, 34 വാക്യങ്ങൾ. 6-ാം അധ്യായം. അനന്തരം മിദ്യാന്യരും അമാലേക്യരും കിഴക്കുദേശക്കാരെല്ലാവരും. സ്തോത്രം. വീടിനകത്തൊരു ശുദ്ധീകരണം നടന്നപ്പോൾ, ഗിദെയോൻ ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങിയപ്പോൾ ശത്രുക്കൾ ഒന്നിച്ചുകൂടി മുന്നോട്ട് വന്നു. കാരണം അവരെ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ള ഒരു നിയോഗമാണ് ഗിദെയോൻ്റെ മേൽ ദൈവം കൊടുത്തത്. അതിനവരെ കൂട്ടി വരുത്തി. എന്നിട്ട് 34-ാം വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. ചരിത്രം നമുക്കറിയാം. അവിടെ എന്നിട്ട് വായിച്ചു. എന്നിട്ട് അവൻ കാഹളമൂതി അബിയേസിനെ തന്റെ അടുക്കൽ വിളിച്ചു കൂട്ടി. അവൻ മനശ്ശെയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു. മതി. ഇനി 22-ാം വാക്യം വായിച്ചു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തെ കണ്ടിട്ട് ആരും ജീവിച്ചിരുന്നിട്ടില്ല. ഗിദെയോൻ ഭയപ്പെട്ടു പോയി. ദൈവസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ദൈവത്തെ കണ്ടവരാരും ജീവിച്ചിരിപ്പില്ല. താൻ മരിക്കുമോ എന്നുള്ളൊരു ഭയം തന്നെ ഗ്രസിച്ചപ്പോൾ അടുത്ത വാക്യത്തിൽ ദൈവം അവനോട് പറഞ്ഞു, യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. ഒന്നാലോചിച്ച് നോക്കിയേ. ഒന്നാമത് ഗിദെയോനെ ദൈവം തൻ്റെ സമാധാനം കൊണ്ട് നിറച്ചു. 2, ഗിദെയോനിൽ കൂടെ ഇസ്രായേൽ ജനം മുഴുവൻ 40 വർഷം സ്വസ്ഥത, സമാധാനം അനുഭവിച്ചു. ദൈവത്തിന് വേണ്ടി ഇതുപോലെ മാറി നിൽക്കാൻ ഒരുവനുണ്ടെങ്കിൽ അവൻ മുഖാന്തരം, അവനിൽ ആദ്യം സമാധാനം ദൈവം പകരും. അവൻ മുഖാന്തരം അനേകരെ സമാധാനത്തിലാക്കുവാനുള്ള ഒരു നിയോഗവും അവൻ്റെ മേൽ ദൈവം വയ്ക്കുമെന്ന് ഇന്ന് പകൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? കരമുയർത്തിയെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.